താങ്കൾ പ്രേക്ഷകർ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ എന്നാൽ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഭയങ്കര ലാസിയാണെന്നും പിന്നെ പഴയ നിലവാരം ഇല്ലാന്നും റിവ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ സാറ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തതാണോ ജിത്തു ജോസഫ് എന്ന്? ഒരിക്കലും ഇല്ല. ഞാൻ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ബഹുമാനിക്കുകയും, ഒന്നാമത് മലയാളി പ്രേക്ഷകർ ഇത്രയും ഭയങ്കര ഒരു എന്താ പറയുക, വേറൊരു എഡ്യൂക്കേറ്റഡ് ആണ്, വേറൊരു ലെവലിൽ ചിന്തിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് രീതിയിൽ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ പ്രേക്ഷകർക്ക് പല രീതിയിൽ ടേസ്റ്റ് ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ സിനിമയ്ക്ക് ഒരു ത്രില്ലർ ഒരു കവറുണ്ട്, ത്രില്ലർ മൂഡുണ്ട് ഇതിൻ്റെ ട്രെയിലറും ടീസറും വന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്ത ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പറഞ്ഞു, ഇതൊരു ടിപ്പിക്കൽ ത്രില്ലർ അല്ല, ഇതിനകത്ത് നിങ്ങൾ ഭയങ്കരമായ ട്വിസ്റ്റും സസ്പെൻസും പ്രതീക്ഷ പറയരുത്. കാരണം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയല്ല, ഇതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ്. ഞങ്ങളുടെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും ചില ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, നമ്മളോട് വിളിച്ചും മെസ്സേജും ഒക്കെ ഇടുമല്ലോ, ആ സിനിമ കൊള്ളാം, പക്ഷേ മെമ്മറീസ് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് മെമ്മറീസ് അല്ലേ ഞങ്ങൾ ചെയ്തത്, മെമ്മറീസ് ടോട്ടലി ഡിഫറെൻറ്റ്. അല്ലെ ദൃശ്യം ടോട്ടലി ഡിഫറെൻറ്റ് ഫിലിം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് പുതുമയല്ല. കാരണം ഞാൻ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പം, ദൃശ്യം കഴിഞ്ഞ് ഇമീഡിയറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ടാഗ് ലൈൻ തന്നെ നോ സസ്പെൻസ് നോ ട്വിസ്റ്റ് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് എഴുതിയിട്ട് ആ പടത്തിലും ട്വിസ്റ്റ് പ്രതീക്ഷ. കാരണം എന്നെ വിളിച്ചപ്പം ചേട്ടാ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവും വിചാരിച്ചു. അപ്പം അത് അങ്ങനെ കരുതുന്നവർക്ക് പടം നിരാശയായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ അത് പറഞ്ഞു. ഇത് ശരിക്കും ഒരു ത്രില്ലർ. ഇതിനെക്കുറിച്ച് ഒരാൾ, ഞാൻ ഇത് പേര് പറയുന്നില്ല, ഒരാൾ റിവ്യൂ ചെയ്തിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്ക് അത് കറക്റ്റായിട്ട് കിട്ടി. പുള്ളി പറഞ്ഞു, ഇതിനകത്ത് സസ്പെൻസും ഇതൊന്നുമല്ല, ഇതിനകത്ത് നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉള്ള നല്ല ഒരു മാറ്റർ, ഒരു ത്രില്ലർ ജോണറിനകത്തുകൂടെ പറഞ്ഞു. അത് ഭയങ്കര രസമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കിട്ടിയവർക്ക് അത് കിട്ടും. അപ്പം അല്ലാത്തവരിപ്പോൾ സസ്പെൻസ് പ്രതീക്ഷിച്ച് വരുന്ന ഒരാൾക്ക് അത് കിട്ടാതെ വരുമ്പോൾ നിരാശപ്പെടും, സ്വാഭാവികമാണ്. അപ്പം ഞാനൊരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കണ്ടതല്ല. നമ്മൾ പ്രേക്ഷകർക്ക്, മലയാളി പ്രേക്ഷകർ, ഞാൻ അത്രയും പ്രബുദ്ധരായ പ്രേക്ഷകരെന്ന് കരുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റത്തിന് ഞാൻ ധൈര്യപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അവർ നിലം തൊടാതെ പോകും. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്സിലും അതാണ്. എല്ലാവരും എന്താ ഫാമിലി ആയിട്ടും അല്ലാതെയും എന്നെ ഒത്തിരി പേര് വിളിച്ച് പറയുന്നുണ്ട്. അതിന് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്. ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സിനിമ, ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഇതിനകത്ത് തന്നെ കുറേ ലോജിക് ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇത് ചെയ്തു. കാരണം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനകത്ത് ഒരു ഇമോഷൻ വർക്കൗട്ട് ചെയ്ത് അതിനെ ഇമോഷണലി കൊണ്ടുപോകുക, അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വിട്ടുവെച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ആ സിനിമയെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാകുന്നത്. ജിത്തിന്റെ എല്ലാ മൂവികളും നോക്കിക്കഴിഞ്ഞു, ഒരുവിധം മൂവികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നായകന്മാർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും. അപ്പൊ ഈ വലതുവശത്തെ കളെന്ന് പറയുന്ന ഈ സിനിമയിൽ നായകന് ഈ അതിബുദ്ധി ഉണ്ടോ? ഇതൊരു സിനിമയാണ് ആക്ച്വലി. ഇതിന്റെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവും. ആ രീതിയിൽ ആൾക്കാർ കാണാവുന്ന ഒരു സിനിമ, ചെറിയൊരു ത്രില്ലുണ്ട്, ഒരു ക്രൈമുണ്ട്, അങ്ങനെ എൻഗേജ് ചെയ്യുന്ന ഒരു സിനിമ. പിന്നെ ജിത്തുവിൻ്റെ ഒരു സിനിമ എന്ന് നമ്മൾ ആദ്യം പ്രയോറിറ്റി കാണും. പിന്നെ നമ്മൾ സിനിമ ചെയ്തൊരു വലിയ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് ഈഗോ ക്ലാഷസ് ഉണ്ട്. ഒരു ജിത്തു സിനിമ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരു നായകന്റെ പറഞ്ഞ മേഖലയെ പറ്റിയൊന്നും നമുക്ക് ആലോചിക്കാൻ സമയമില്ല, നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാന്ന് മാത്രമേ. ഉത്തരം കറക്റ്റ് അല്ലേ? ആന്റണി ഒരു ക്രൂക്കഡ് ക്യാരക്ടറാണ്. ഫസ്റ്റ് ഹാഫിലുള്ള ആന്റണി അല്ല സെക്കൻഡ് ഹാഫിലുള്ളത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ എങ്ങനെയാണ് അഡാപ്റ്റ് ചെയ്തത്? ഞാൻ നമ്മളൊരു സ്ക്രീൻ പ്ലേ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് പക്ക ഒരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് വേണ്ട മൂവിയാണ് ആക്ച്വലി. കാരണം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ടൈം ബാറിനുള്ളിൽ നമുക്ക് വലിയൊരു കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് തീർക്കണം. അതിന് ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് വേണം. നമ്മൾ അഭിനയിച്ചുകൊണ്ട് മാത്രമായില്ല, എല്ലാം ഒരു ടീം വർക്കാണ്. അപ്പോൾ ആ ടീം വർക്കിൽ നമ്മളെന്ത് ചെയ്തു. പിന്നെ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നടക്കുന്ന, 1 മണിക്കൂറിനുള്ളിൽ 2 മണിക്കൂറിനുള്ളിൽ നടക്കുന്നതാണ് നമ്മുടെ ഇന്റർവ്യൂവിന് ശേഷമുള്ള ഒരു ഏരിയ. അപ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ഡിസ്കഷനും കാര്യങ്ങളും മാക്സിമം ചെയ്യാന്നല്ലാതെ എനിക്ക് കഥയ്ക്കപ്പുറമോ അല്ലാത്ത രീതിയിലും എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനോട് മാക്സിമം നീതി കൊടുത്ത് ആ ടെൻഷൻ മാക്സിമം ത്രൂ ഔട്ട് കൊണ്ടുപോകാൻ നോക്കുക. പിന്നെ നമ്മൾ പല ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ 1 മണിക്കൂറിനുള്ളിൽ ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ 10-30 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. പല സീൻസും പല ഓർഡറിലല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ഓർഡർ
കണ്ടിന്യൂറ്റി പറ്റി അങ്ങനത്തെ മേഖലകളിലൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ടെൻഷൻ. നമ്മുടെ ആക്ടിങ് കണ്ടിന്യൂറ്റി ഇപ്പോഴും ഫോളോ ചെയ്യണം എന്നുള്ള അങ്ങനത്തെ മേഖലകളിലൊക്കെയാണ്. പിന്നെ വളരെ ഞങ്ങൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. പിന്നെ ഫുൾ നൈറ്റ് ആയിരുന്നു ഷൂട്ടിങ്. നല്ല സിനിമ ചെയ്തു എന്നുള്ളൊരു സന്തോഷമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ചോദ്യത്തിനകത്ത് ഇതുണ്ട്. ഇത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഇതാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബിജുവിന് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന, ബിജു അത്രയും സീസൺഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ആയതുകൊണ്ട്. ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു ആക്ടർ ഓക്കെ അതൊന്ന് രൂപപ്പെട്ട് മനസ്സിലൊരു ഐഡിയ വരും. പക്ഷെ അത് ചിലപ്പോൾ പല ദിവസങ്ങൾ കൊണ്ട് നടക്കുന്ന കഥയായിരിക്കും. ഇതിനകത്ത് പ്രശ്നം 1-2 മണിക്കൂറിന്റെ കണ്ടിന്യൂറ്റി. ഇത് 40 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അല്ല 30 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ കണ്ടിന്യൂ അത് ഓർഡറിലും ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ആക്ടറിന് അത് ഓട്ടോമാറ്റിക്കലി അവര് ആ ക്യാരക്ടറിനെ അത് അവരുടെ കഴിവാണത്. അത് ഇൻബോൺ കഴിവാണ്. അതുകൊണ്ടാണ് ഈസ് ആൻ ആക്ടർ. മനസ്സിലായി? അത് ഓട്ടോമാറ്റിക്കലി വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് ഇൻബോൺ ആയിട്ട് ഉള്ളതാണത്. സാറിനോടാണ്, നമ്മുടെ ഈ സിനിമയിൽ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ മുമ്പ് പറയുകയുണ്ടായി ഇതിനകത്ത് ട്വിസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ അധികം ഇല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ സിനിമയേക്കാൾ ബുദ്ധിമാന്മാരാണ്. അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രയും നിസ്സാരമായിട്ടുള്ള ട്വിസ്റ്റും ക്ലൂവും വെച്ച് സിനിമ ചെയ്തത് സാറിനൊരു റിസ്ക് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ല, ആ റിസ്ക് എടുക്കുക എന്നുള്ളതല്ലേ ഒരു ഫിലിം മേക്കറിന്റെ ഇത്. ഞാനിതിനെ പേടിച്ചോളണം. ശരിക്കും അതൊരു റിസ്ക് അല്ലായിരുന്നു ഈ ഒരു? അതെ, തീർച്ചയായിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു റിസ്ക്കും ഒരു അതിനേക്കാൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രില്ലർ. ഒന്നാമത് എന്നറിയോ, ഞാനായിട്ടെന്നല്ല, എൻ്റെ സിനിമകളിൽ കുറച്ച് ചെയ്ത് ഞാൻ പണി മേടിച്ചതാണ്. എൻ്റെ സിനിമകളിൽ കുറേ ത്രില്ലർ സിനിമകളിലെല്ലാം ഭയങ്കര ട്വിസ്റ്റും ഇതുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് വേണം എന്നൊരു തോന്നല് കുറച്ച് ഓഡിയൻസിനുണ്ട്. എല്ലാവർക്കും എന്നല്ല, കുറച്ച് ഓഡിയൻസിനുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രില്ലർ മൂഡ് വന്ന ജിത്തു ജോസഫ് അപ്പം ട്വിസ്റ്റ് ഉറപ്പ് എന്ന് വരും. എനിക്കത് ബ്രേക്ക് ചെയ്യണം. അതിന് പറ്റിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ത്രില്ലർ മൂഡുണ്ട്, ട്വിസ്റ്റും സസ്പെൻസും ക്യൂരിയോസിറ്റി ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനല്ല ഇമ്പോർട്ടൻസ്. ഈ സിനിമയുടെ ഇമ്പോർട്ടൻസ് ഇതിന്റെ ഇമോഷണൽ സൈഡാണ്. ഇതിനകത്ത് 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ 2 ക്യാരക്ടേഴ്സിന്റെ അവരെ സറൗണ്ട് ചെയ്യുന്ന അവരുടെ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ASI വിദ്യ എന്ന് പറയുന്ന ലിയോണയുടെ ക്യാരക്ടർ ഏറ്റവും സട്ടിൽ ഇമോഷൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. പുള്ളിക്കാരത്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോലീസുകാരിയായിട്ട് അവിടെ നിൽക്കുമ്പോഴും ഒരു ഹൈറാർക്കിയുടെ ഭാഗമായിട്ട് പലതും ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പുള്ളിക്കാരത്തിക്ക് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ കൈൻഡ് ഓഫ് ഇമോഷൻ അത് ചില സെറ്റിൽ റിയാക്ഷനിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം ഷീ കാൺട്ട് ടോക്ക് അബൌട്ട് ഇറ്റ്. ഒരു ഹൈറാർക്കിയുടെ ഇതിലാണ്. ബാക്കിയുള്ള അവർക്കെല്ലാം സംസാരിക്കാം, അവർക്ക് ഇത് ചെയ്യാം, അവർ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. അപ്പൊ ഇത് മെയിൻ 2 ക്യാരക്ടർ അവരുടെ സറൗണ്ടിങ് ക്യാരക്ടർ, ഇർഷാദിന്റെ ക്യാരക്ടർ, ഇർഷാദിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് കുറച്ചുകൂടെ പ്രകടമാക്കുന്നുണ്ട്. അപ്പം ഇറ്റ്സ് ഫുൾ ഇവരുടെ ഇമോഷൻസ് ആണ് ഈ സിനിമയുടെ മേജർ ഇത്. നമ്മൾ അതിനെ അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ ഇതൊരു ത്രില്ലർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂഡിലാണ് പോകുന്നത്. ഒരു ക്രൈം ഉണ്ട്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനൊക്കെ ആ ഒരു പ്രാധാന്യം ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിന് മുകളിലാണ് ഇമോഷൻ. ആ ഇമോഷൻ ആയിരിക്കാം ഇപ്പം എനിക്ക് കിട്ടുന്ന ഓഡിയൻസ് ഫീഡ്ബാക്സിൽ സാധാരണ ഓഡിയൻസ് പറയുന്നത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾക്ക് ഭയങ്കര. അതിന് വേറൊരു ഫാക്ടറുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു ഹെവിനെസ് ആണ് ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എന്നൊക്കെ പറയുന്ന ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് അവരെ എവിടേക്കോ അത് ടച്ച് ചെയ്യുന്നുണ്ട്. അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. ശരിക്കും വ്യത്യസ്തമായിട്ട് എപ്പോഴും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സിനിമ പിടിച്ചാണോ അത്? എക്സാക്ട്ലി. കാരണം ഡിനു, അതിന്റെ ക്രെഡിറ്റ് ഞാൻ ഡിനുവിനാണ് കൊടുക്കുന്നത്. എൻ്റെ ഡിനു തോമസ് എന്ന് പറഞ്ഞ റൈറ്റർ ഈ സ്ക്രിപ്റ്റുമായിട്ട് വന്ന് എൻ്റെ അടുത്ത് നിന്ന് വായിച്ചപ്പോൾ എനിക്ക് കഥ നരേഷൻ ആയിരുന്നു. കഥ വന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു യൂഷ്വൽ ത്രില്ലർ സിനിമയുടെ കൂട്ടിലാണോ എന്ന് പോയിട്ട്. പക്ഷെ അവിടുന്ന് സിനിമയൊന്നും മാറി. ഈ ഇന്റർവെല്ലിൽ ഒരു സംഭവം നടക്കുമ്പോൾ അപ്പൊ ഇനി എങ്ങനെയാ എനിക്കത് ഭയങ്കര പുതുമ തോന്നി. അവിടെ നിന്നുള്ള ഒരു ട്രാവല്, അതാണ് ഈ സിനിമയെ ഞാൻ ചെയ്യാൻ മെയിൻ കാരണം. കാരണം ഇനിയും ചിലപ്പോൾ ഞാൻ ഈ ത്രില്ലറും ഇങ്ങനത്തെ മൂടുകളുള്ള സിനിമകൾ എനിക്ക് ചെയ്യേണ്ടി വരും. എല്ലാത്തിനും എനിക്ക് ട്വിസ്റ്റ് ഇടാൻ പറ്റത്തില്ല. ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഒരു ഡിഫറെന്റ് ഫിലിംസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഒരു ഫിലിം മേക്കർക്കുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തതാണ്. സാറ് ഇവിടെ ഈ അതിന്റെ ടൈറ്റിൽ എന്ന് പറയുമ്പോൾ വലതുവശത്തെ കഥ എന്ന് പറയുന്ന ഒരു ബൈബിളിലൊരു പരാമർശമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? ഇപ്പം പല ഇതിലും ബൈബിളിലും അതുപോലെ മതപരമായ പേരുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്.
അത് എന്താണ് ആ ഒരു പേരിന്റെ ഒരു അർത്ഥം എന്താ? പേര് ഞാനിട്ടതല്ല, പേര് വരുമ്പോഴേ ഉണ്ട്. അത് ഈ പേരും ഇതിനകത്ത് ഒരു ക്യാരക്ടറിന്റെ ഇതും തമ്മിൽ ഭയങ്കരമായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ഇത് പലർക്കും അറിയില്ല. വലതുവശത്തെ കള്ളൻ എന്താന്നുള്ളത് പലർക്കും അറിയില്ല. എന്നെ കുറെ പേര് ഫോൺ വിളിച്ചു, സാറേ പടത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഇതാണ്. പക്ഷെ ഈ വലതുവശത്തെ കള്ളൻ എന്ന് ഉദ്ദേശിച്ച് കള്ളൻ ഏതാണ്, കള്ളൻ ആരാണ് എന്ന് ചോദിച്ചു. അപ്പം അവർക്കത് മനസ്സിലാവും. അപ്പം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. അത് ഞാൻ ഓർത്തത് പലർക്കും അറിയാമായിരുന്നു. പക്ഷെ രസവഞ്ചനെ ഇന്നലെ ഭയങ്കര രസം, ഒരു ക്രിസ്ത്യാനി എന്നെ വിളിച്ചിട്ട് പുള്ളിക്ക് പോലും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ ബൈബിള് കാണാറില്ലല്ലേ എന്ന് ചോദിച്ചു. ശരിക്കും വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈബിളിനകത്തെ ഇതനുസരിച്ചിട്ട് ജീസസ് ക്രൈസ്റ്റ് മരിക്കുമ്പോൾ ഇടത്തും വലത്തും 2 കള്ളന്മാരുണ്ടായിരുന്നു. അതിനകത്ത് വലതുവശത്തെ കള്ളൻ ജീസസിനോട് പറയുന്നു, അയാളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടുന്നതാണ്, പക്ഷെ നീ അങ്ങനെയല്ല, നീ ഒരു തെറ്റും ചെയ്യാത്തതാണ് അങ്ങനെയെന്ന് പറയുമ്പോൾ ജീസസ് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ സ്വർഗ്ഗരാജ്യത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അതായത് അയാൾ മനസ്തപിച്ചു എന്ന് പറയുന്നത്, ആ കള്ളന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. അതാണ് കോൺസെപ്റ്റ്. ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം അതെന്തായിരുന്നു നമ്മൾ എന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചതെന്നുള്ളത്. അത് തന്നെയാണ്, കള്ളന് മാനസാന്തരം വരുന്നു. അതാണ് അതിനകത്ത് ഇമോഷൻ, ആ ക്യാരക്ടറിന്റെ ഇമോഷൻ.